ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന പാകിസ്ഥാന്റെ വാദം തള്ളി ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത്. ബാലാകോട്ടിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷമുള്ളതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രാതിർത്തി ലംഘനം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ പുറത്തുവിട്ട വീഡിയോ വ്യാജമാണെന്ന് ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ കരസേനാ മേധാവി ബിപിൻ റാവത്ത് സാഹചര്യങ്ങൾ വിലയിരുത്താനായി ഇന്ന് അതിർത്തിയിലെത്തും. നിയന്ത്രണ രേഖയിൽ നിന്ന് 65 കിലോമീറ്റർ അകലെ 50 ഹെക്ടറോളം പ്രദേശത്ത് വ്യാപിച്ചു കിടന്ന ജെയ്ഷെ ക്യാമ്പിൽ സ്ഫോടനമുണ്ടാക്കിയ ആഘാതം വ്യക്തമാക്കുന്നതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ. വ്യോമാക്രമണത്തിൽ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ തുളകൾ വീണുവെന്ന് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. പ്രദേശത്തെ ടെന്റുകൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ പാടുകളും ചിത്രത്തിൽ കാണാം. രക്ഷപ്പെടാൻ ശ്രമിച്ച ഭീകരർക്കു നേരെ വ്യോമസേന നടത്തിയ ആക്രമണത്തിന്റെ അടയാളമാണിവ. മരങ്ങൾക്ക് താഴെ മണ്ണ് കുഴിച്ചതിന്റെയും കത്തിച്ചതിന്റെയും പാടുകളും ചിത്രങ്ങളിലുണ്ട്. വ്യോമാക്രമണത്തിന് പിന്നാലെ പാക് സൈന്യം വിവരം മൂടിവെക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ തെളിവുകളാണിവ. കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായില്ലെന്നും ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ അന്തർവാഹിനി പാക് സമുദ്രാതിർത്തി കടക്കാൻ ശ്രമിച്ചുവെന്ന പാകിസ്ഥാൻ ആരോപണം നാവികസേന തള്ളി. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിട്ടുള്ള വീഡിയോ 2016-ലേതാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടാണ് നാവികസേനയുടെ മറുപടി. പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന ഇന്ത്യൻ അതിർത്തിയിലെ സാഹചര്യങ്ങൾ ഇന്ന് കരസേനാ മേധാവി വിലയിരുത്തും. ആളില്ലാ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ട രാജസ്ഥാനിലെ അതിർത്തി മേഖലയിലാണ് ബിപിൻ റാവത്ത് ആദ്യമെത്തുക. അതിർത്തിയിൽ ഇന്നലെ രാത്രിയും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. 24 ഡൽഹി.